ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മധുരമുള്ള ഒരു റെസിപ്പിയാട്ടോ. അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ 2 ബനാനയാണ് എടുത്തിരിക്കുന്നത്. ഇത് റോബസ്റ്റ് പഴമാട്ടോ എടുത്തിരിക്കുന്നത്. അത് 2 എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും ശർക്കര 2 ടേബിൾ സ്പൂണും പിന്നെ മൈദ 3/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ, വാനില എസൻസ് 1/2 ടീസ്പൂൺ, മിൽക്ക് 1 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചോക്ലേറ്റ് പൗഡറാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ, പരമാവധി കട്ടയില്ലാതെ അരച്ചെടുക്കണം കേട്ടോ. ഇത് ചൂടായ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഒരു കൊച്ചു ദോശയുടെയൊക്കെ വലിപ്പത്തിൽ നമുക്കിത് പരത്തിയെടുക്കാം. ഒരു 2 മിനിറ്റ് ആകുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ 2 പുറവും നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഈ ഫസ്റ്റത്തെ പാൻ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാ പാൻ കേക്കും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. കണ്ട, ഇതിപ്പോൾ എല്ലാ പാൻ കേക്കും ഇവിടെ ശരിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. കണ്ട, ഇനി ഇത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. അതായത് വേവിക്കാൻ വെച്ച ഭാഗം മുകളിലേക്ക് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ന്യൂട്ടെല്ലയാണ് പരട്ടി കൊടുക്കുന്നത്. അത് നന്നായിട്ട് പരട്ടണ്ട, അവിടെ ഇവിടെ ആയിട്ട് പരട്ടി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം. കണ്ട, ഇതുപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. എല്ലാ പാൻ കേക്കും ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ സിറപ്പോ എന്ത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല മധുരമുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.